ഹായ് കൂട്ടുകാരെ, ഇന്ന് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് നത്തൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നത്തളിൻ്റെ സീസൺ ആണെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പീര വയ്ക്കാൻ വേണ്ടിയിട്ടാണ് തേങ്ങയൊക്കെ ഇട്ടിട്ട്. എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല, പാലക്കാട് ഭാഗത്തുള്ളവർക്കൊന്നും അങ്ങനെ അറിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അരമുറി നാളികേരം എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1 കിലോ നത്തൾ മീനാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതിൽ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് വെച്ചു, കുറച്ചാണ് പീര വയ്ക്കുന്നത്. അപ്പോൾ ഇത്തിരി തേങ്ങ കൂടുതൽ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അധികം അരയ്ക്കേണ്ട, ഇതാ ഇങ്ങനെ ഒരു രീതിയിൽ എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച മത്തിയിലേക്ക് അത് ഇട്ട് കൊടുക്കണം. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കുടംപുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില. അപ്പോൾ ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്താൽ അത്രയും നല്ലത്. പുറത്ത് എൻ്റെ ഒരു ചെറിയ കറിവേപ്പിലയാണ്, അതിലുണ്ടോ നോക്കണം, ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ആ തേങ്ങയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാവും. എന്നിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്തിരി വെള്ളവും അങ്ങനെ ഒരു ഇതിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഒരു രീതിയിൽ വെക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ അറിയില്ല. അപ്പോൾ നത്തൾ മീൻ ഇപ്പോൾ സീസണാണ്. അപ്പോൾ എല്ലാവരും വാങ്ങി കഴിക്കാൻ നോക്കുക. നല്ല വൈറ്റമിൻസൊക്കെയുള്ള മീനാണ്, നല്ലതാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ലയ കൂടി ഉണ്ട്. അപ്പോൾ അവൾ അടുക്കളയിൽ വന്നിട്ട് വെറുതെ ചുമ്മാ നിൽക്കുകയാണ്. അപ്പോൾ മത്തിയാണെങ്കിലും ഇങ്ങനെ ഒരു രീതിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. മത്തിയും ഈ നത്തൾ മീനൊക്കെ നല്ലതാണ്. പിന്നെ മാങ്ങ ഇട്ടിട്ടും ഇങ്ങനെ ഒരു രീതിയിൽ വെക്കാം, നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഒരു രീതിയിൽ. പിന്നെ ഞാൻ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ട് മുളകും മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആയിട്ട് വേണം അത് വറുക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കത്തെ ചോറിനുള്ള കറികൾ ഈ നത്തൾ പീരയും അത് വറുത്തതുമാണ്. ഞാനെല്ലാം പീര വയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ റിയ വന്നിട്ട് പറഞ്ഞു കുറച്ച് വറുക്കണം പറഞ്ഞു. അപ്പോൾ അതങ്ങനെ കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ ഇതാ റിയ കടയിൽ പോയിട്ട് ഒരു ലൈസ് പോലത്തെ സാധനം വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ എനിക്ക് ഇത്തിരി തന്നതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ളതൊന്നും ഇഷ്ടമല്ല, പക്ഷേ ഇത് ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇടയിൽ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാലക്കാട് ഇത്രയും ദിവസം നല്ല മഴയായിരുന്നു, പുറത്തിറങ്ങാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട്, ഇടയ്ക്ക് മഴയും ചാറുന്നുണ്ട്, എന്നാലും ഇത്തിരി മഴയ്ക്കൊരു ആശ്വാസമുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.